ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഒരു ബ്രദർ സിസ്റ്റർ കോംബോ ആയിട്ടാണ് ഡ്രസ്സ്. ബ്രദറിന് ബോയ്സിൻ്റെ ഒരു കുർത്തയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സാണ് ഈ എടുക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ചെയ്ത കുർത്തയായിരുന്നു. ഇപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് ആണ് ഞാനിത് ഇടുന്നത്. നവരാത്രി ഡ്രസ്സസിൽ മെയിനാണ് ബോയ്സിന് കുർത്ത ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ പാർട്ടി വെയർ ആയിട്ടുള്ള ക്ലോത്തിൽ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഞാൻ വേറെ കുർത്ത വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ടേപ്പിൽ എത്ര ഇഞ്ചാണ് എടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പഴയ കുർത്ത വെച്ചിട്ട് സെയിം കുറച്ച് ഇറക്കം മാത്രം ഒന്ന് കൂട്ടി കൊടുക്കുവാണ്, കുറച്ച് ലൂസ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ലെങ്ത്തും ഡെപ്ത്തും 5.5 വെച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്ക് നെക്ക് 1 ഇഞ്ചൊക്കെ ഇറക്കുന്നുണ്ട്, ഫ്രണ്ട് നെക്ക് ഒരു 2 ഇഞ്ച് ഇറക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴേക്കൊരു 7-8 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്യുവാണ്. അവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് കുറച്ചുകൂടെ 1 ഇഞ്ച് കൂടെ ഇറക്കത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് താഴേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കുർത്ത റെഡിയായി വരും. പിന്നെ ഈ ഫ്രണ്ട് ഇറക്കം കുറച്ച് എത്ര ബട്ടണാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഇറക്കാം. ഞാൻ 2 ബട്ടണിൻ്റെ അത്ര ഇറക്കത്തിലാണ്, ഒരു 7-8 ഇഞ്ചാണ് ഇറക്കുന്നത്. ഇത് സ്ലീവ്സിനാണ്. സ്ലീവ്സ് മാക്സിമം ലെങ്തിൽ എടുക്കുന്നുണ്ട്. ഫുൾ കൈക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 15ഓളം എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ്സ് 3/4 ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഫുൾ ഹാൻഡ്സ് ആയിട്ടും ചെയ്യാം. 15 ഇഞ്ചൊക്കെയാണ് ഫുൾ ഹാൻഡ്സ്. 3/4 ചെയ്യുന്നതെങ്കിൽ ഒരു 10 ഇഞ്ചൊക്കെ നീളത്തിൽ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ മെഷർമെൻറ്റ്സ് അനുസരിച്ച് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുവാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്കിൻ്റെ റൗണ്ട് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ഓപ്പണിങ് കട്ട് ചെയ്ത് മാറ്റാതെയാണ് ഈ റൗണ്ട് എടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഒരു 14 വരുന്നുണ്ട്. 14 ഫുള്ള് നമുക്ക് എടുക്കാം. കാരണം ഫ്രണ്ട് മുതലേ കോളർ വെക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതിന് വേണ്ടി 2 പീസ് ഫാബ്രിക് ഇതുപോലെ സെപ്പറേറ്റ് എടുക്കുക. 2 ഇഞ്ചൊക്കെ വീതിയിൽ. നീളം 14 വേണ്ടെങ്കിൽ 15 16 എടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ രണ്ടും 2 പീസ് കോളറിന് വേണ്ടിയുള്ളത് നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് പുറത്തുകൂടെ സ്റ്റിച്ച് കൊടുക്കുക. 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഉൾവശം പുറത്ത് വരുന്ന രീതിയിൽ മറിച്ചിടുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കോളർ കിട്ടും. ഇത് കോണിച്ചിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനത്തെ അല്ല, കോളർ സ്ട്രെയിറ്റ് കോളറാണ്. ബോയ്സിൻ്റെ കുർത്തയ്ക്ക് അതാണ് ഭംഗി. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ബട്ടൺ ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 7-8 ഇഞ്ച് എത്ര ബട്ടണാണോ വെക്കുന്നത് അതനുസരിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടൺ വെക്കുന്ന അവിടെ നമ്മൾ പടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ 2 കട്ട് പീസ് എടുത്തിട്ട് അവിടെ വെച്ച് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കോളർ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വശം വെച്ചിട്ട് ഒരു പീസ് ഫാബ്രിക് അടിച്ചിട്ട് അതിന് ഉള്ളിലേക്ക് മടക്കി എത്ര വീതിയിലാണോ വേണ്ടത് അതനുസരിച്ച് മടക്കി വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക. 2 പീസ് ഫാബ്രിക് സെപ്പറേറ്റ് ആണ് 2 സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പീസ് ഫാബ്രിക് തന്നെ മുകളിൽ നിന്ന് താഴെ വരെയും അവിടെ നിന്ന് മടക്കി മുകളിലേക്കുമായിട്ടും ചെയ്തെടുക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. താഴെ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഉള്ളിലേക്ക് ഇറക്കി മടക്കിയിട്ട് ഉള്ളിലേക്കാക്കി അവിടെ ഒരു ക്രോസ് സ്റ്റിച്ച് കൂടെ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് കിട്ടുന്നുണ്ട്. ഞാനൊരു 3 ബട്ടണൊക്കെ കൊടുക്കുന്ന രീതിയിലാണ്
ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നീളത്തിൽ വീതിയും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഫിനിഷായിട്ട് നമുക്ക് ആ പടിയെല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടൺ ലാസ്റ്റാണ് വെക്കുന്നത്. ബട്ടൺ ഹോൾഡറിൻ്റെയും പാർട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ കോളറിൻ്റെ പാർട്ട് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് 2 ക്ലോത്ത് ഉണ്ടല്ലോ കോളറിൽ, കണക്ട് ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ബാക്കിൽ ഏതാണോ ഉള്ളത് അത് ഫസ്റ്റ് നമ്മുടെ ഫുൾ റൗണ്ട് നെക്ക് ഫുള്ളും ജോയിൻ ചെയ്തെടുക്കുക. ആ പടിയുടെ അവിടെ അത്രയും കുറച്ച് വിട്ടിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലും ജോയിൻ ചെയ്യാം. ഞാൻ അവിടെ ആ പടിയുടെ അവിടെ ഒന്ന് ചരിച്ചൊന്ന് മടക്കി അടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ട് തോന്നും, ആ രീതിയിലാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ബാക്കിലെ പാർട്ട് ഇങ്ങനെ ഫസ്റ്റ് ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഇപ്പുറത്തെ എൻഡ് വരെ ഫുള്ള് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ വരുന്ന ആ ഫാബ്രിക്ക് ഈ താഴത്തെ ഭാഗം എല്ലാം ജോയിൻ ചെയ്ത് ആ തയ്യൽ എല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷമാണ് അടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഈ രണ്ടാമത്തെ മടക്കി അടിക്കുമ്പോൾ നമ്മൾ കോളർ കറക്റ്റായിട്ട് ഫിനിഷ് ആവുന്നുണ്ടോ എന്ന് നോക്കി കറക്റ്റായിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ പടിയുടെ പാർട്ട് ഇങ്ങനെ മടക്കി അവിടെയും കൂടെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ഒറ്റ സ്റ്റിച്ച് പോലെ ഒരുപോലെ ഇരിക്കും, കണക്റ്റഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കോളറിൽ സ്റ്റിഫായിട്ടിരിക്കാനൊന്നും വേറെ ക്ലോത്തൊന്നും വെക്കുന്നില്ല, ഇങ്ങനെ ഡയറക്റ്റ് തന്നെയാണ് വെക്കുന്നത്. കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ താഴെ പോവില്ല. ഇത് വീതി കുറഞ്ഞ കോളറായതുകൊണ്ട് തന്നെ വഴുതി പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കോളറിൻ്റെ വീതി. എന്നിട്ട് നമ്മൾ ബട്ടൺ ഹോള് തയ്ക്കേണ്ട ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ മാർക്ക് ചെയ്ത് അവിടെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ബോഡി ജോയിൻ ചെയ്യുമ്പോൾ ഇത് കുർത്ത സൈഡ് ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത്. ചിലർക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാം, സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുർത്തയുടെ മൊത്തത്തിൽ ഒരു ഇറക്കം 15 ഇഞ്ചൊക്കെ വരുമ്പോൾ അവിടെ ഓപ്പണിങ്ങിൻ്റെ പാർട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ, അവിടം വരെ വന്ന് നിൽക്കുന്നുള്ളൂ. അതിൻ്റെ താഴേക്ക് ഓപ്പണിങ്ങിൻ്റെ പാർട്ട് അങ്ങനെ വിട്ടേക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ബട്ടൺ ഹോള് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2 ബട്ടണാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കുർത്ത കിട്ടിയിട്ടുണ്ട്. ബേബിയുടെ ക്രോപ്പ് ടോപ്പാണിപ്പോൾ ഞാൻ കാണിച്ചത്. അത് ഭയങ്കര കംഫർട്ടബിളാണ് ബേബിക്ക്. ഫാബ്രിക് കോട്ടൺ ആയതുകൊണ്ട് തന്നെയാണ് നല്ല കംഫർട്ടബിളാണ്, ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീതി ഒരു 6 ഇഞ്ച് മൊത്തത്തിൽ ഫാബ്രിക് മടക്കി കഴിഞ്ഞ് 4ആയിട്ട് മടക്കി കഴിയുമ്പോൾ 7 ഇഞ്ച് വീതിയിൽ ചെയ്യുന്നുണ്ട്. താഴേക്ക് അതുപോലെ ഓപ്പണിങ് സൈഡ് ഓപ്പണൊന്നും അല്ലാതെ തന്നെ ഒരു എ ലൈൻ പോലത്തെ മോഡൽ അവിടെ നിന്ന് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഒരു റൗണ്ട് നെക്കായിട്ടും ബാക്കിൽ ഒരു ഡിസൈൻ ചെയ്യാമെന്നുമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക, കറക്റ്റ് റൗണ്ടായിട്ട് വരുന്നുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിൻ്റെ പാർട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു നെക്കിൻ്റെ ഇറക്കം ഫസ്റ്റ് ഒരു 2 ഇഞ്ചും അവിടെ നിന്ന് താഴേക്കൊരു മൊത്തത്തിൽ 8 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ അകലം 3 ഇഞ്ച് എടുക്കുന്നുണ്ട്, കുറച്ച് വൈഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ഇഞ്ച് വരെ ഒരു സർക്കിളും അവിടെ നിന്ന് താഴേക്കൊരു ഇലയുടെയൊക്കെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വളച്ചിങ്ങനെ കൂടെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി വൈഡായിട്ടും ചെയ്യാം. പിന്നെ കുഞ്ഞു പിള്ളേർക്കായതുകൊണ്ട് ബോഡി അത്രയ്ക്ക് ഷേപ്പ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പിൽ വലിയ വൈഡായിട്ടല്ലാതെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 റൗണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു കട്ട് വരുന്നുണ്ട്. അത് കണ്ടോ, അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. കണ്ടോ, അവിടെ ഒരു ജോയിൻ വരുന്നുണ്ട്. അവിടെ ഹുക്കും കൊടുക്കാം, അല്ലെങ്കിൽ വള്ളി വെക്കാം. ഞാൻ നാടയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പാർട്ട് അങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
തിക്കായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുക. എൻഡെല്ലാം നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ മെഷീനിൽ ഓൾറെഡി ലോക്കിൻ്റെ സ്റ്റിച്ചുണ്ട്. സ്റ്റിച്ച് നമ്പർ 9 കൊടുക്കുമ്പോൾ ഇതുപോലെ എൻഡ് നല്ല ലോക്കായിട്ട് കിട്ടും. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ഫുൾ നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കണം, നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ ആ ഫസ്റ്റ് റൗണ്ട് ചെയ്ത ആ 2 ഇഞ്ച് അവിടം തൊട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കും എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ എൻഡ് വരെയും ഫുള്ള് ഒരു ക്ലോത്തിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഫിനിഷായിട്ട് കിട്ടുക. അപ്പോൾ ബാക്കിൽ ആ റൗണ്ടിൻ്റെ അവിടെ എത്തുമ്പോൾ നിർത്തുക. പിന്നെ നമ്മൾ ഇലയുടെ ഷേപ്പ് ചെയ്യുമ്പോൾ അവിടെ വേറെ സെപ്പറേറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ ചെയ്തിട്ട് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ലൈനിങ് ചെയ്യണം എന്നുള്ളവർക്ക് ലൈനിങ് വെച്ചും ചെയ്യാം. അപ്പോൾ ഈ നെക്ക് കുറച്ചുകൂടെ ഫിനിഷായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ലൈനിങ് ഫാബ്രിക് തന്നെ മടക്കി വെക്കുമ്പോൾ. പിന്നെ ഞാൻ വേറെ ക്യാൻവാസിലൊന്നും കട്ട് ചെയ്യാതെയാണ് ആ ബാക്കിൽ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നത്, ഇലയുടെ ഷേപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാലും ഈ കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഫിനിഷ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എനിക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബാക്ക് നെക്കിൽ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. പൊതുവേ ബാക്ക് നെക്കിൽ ഒന്നും ചെയ്യാറില്ല, കുഞ്ഞിൻ്റേതാണെങ്കിലും. ഇപ്പോൾ ക്രോപ്പ് ടോപ്പ് ഞാൻ ഒരു 2-3 എണ്ണം ചെയ്തിട്ടേ ഉള്ളൂ കുഞ്ഞിന്. പൊതുവേ ഫ്രോക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ചെയ്തപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ വെൽവെറ്റിൻ്റെ ഒരു ടോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ ഈ കോട്ടണിൽ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട്, ഭയങ്കര ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ഞാൻ തയ്ച്ചത്, പക്ഷെ ഒതുങ്ങി കിടപ്പുണ്ട്. വേറെ പട്ടിൻ്റെയൊക്കെ ഫാബ്രിക് ഇടുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ട് പോലെ പറയും. പക്ഷേ ഇത് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. ഇവിടെ ഞാൻ കണ്ടോ ആ നെക്ക് നമ്മൾ ആ ജോയിൻ ചെയ്യേണ്ട സ്ഥലത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ബോഡി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബോഡി ഷേപ്പ് അനുസരിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാനൊരു വള്ളി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. പ്രത്യേകിച്ചും ബാക്കിൽ ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഷോൾഡർ ഇറങ്ങുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.